എന്ന കവാടത്തിലൂടെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ നമുക്കെവർക്കും ഭാഗ്യം നൽകുമാറാട്ടെ. കഴിഞ്ഞ 3 ക്ലാസ്സുകളിലായിട്ട് സൂറത്തുൽ ഹാഖയുടെ 12 ആയത്തുകളാണ് നാം പരിശീലിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്തെ ഭീകരമായ ആ ഒരവസ്ഥയെ സൂചിപ്പിച്ച ശേഷം മുൻകഴിഞ്ഞ ഓരോ സമുദായങ്ങൾക്കും അവര് അള്ളാഹുവിനെയും അവന്റെ പ്രവാചകന്മാരെയൊക്കെ ധിക്കരിച്ചതിന്റെ പേരുണ്ടായ അവർക്ക് നേരിടേണ്ടി വന്ന ശിക്ഷയെ കുറിച്ചൊക്കെ സൂചിപ്പിച്ചു. സ്വാലിഹ് നബി അലൈഹി സ്വലാമിന്റെ ജനതയായ സമൂദ് ഗോത്രത്തെ ഒമ്പിച്ച ഒരു ഘോര ശബ്ദത്തോടുകൂടിയും, അതുപോലെ തന്നെ ഹൂദ് നബിയുടെ ജനതയായിട്ടുള്ള ആദ് സമുദായത്തെ 7 രാത്രിയും 8 പകലും നീണ്ടു നിൽക്കുന്ന ശക്തമായ കൊടും കാറ്റോടുകൂടി അള്ളാഹു ഭൂമുഖത്ത് അവർ തുളച്ചു നിൽക്കുകയും, അതുപോലെ തന്നെ ഫിർഔന്റെ ജനതയെ മൂസാ നബിയുടെ ശത്രുവായ മൂസാ നബിന്റെ കാലഘട്ടത്തിലുണ്ടായ അന റബ്ബുക്കുമുൽ ആല എന്നൊക്കെ പറഞ്ഞ് അഹങ്കരിച്ച പോക്കിരിയ രാജാവിന്റെ അദ്ദേഹത്തിന്റെയും സൈന്യത്തിന്റെയൊക്കെ അള്ളാഹു നശിപ്പിച്ചത്, ചാവുകടൽ മുക്കി നശിപ്പിച്ച രംഗവും, അതുപോലെ തന്നെ ലൂത്ത് നബിയുടെ സമുദായം വൽ മുത്തഫിക്കാത്തു ബിൽ ഖാത്തിയ, ലൂത്ത് നബിയുടെ സമുദായത്തെ അല്ലെ സ്വർഗരതിയിൽ മുഴുകിയിരുന്ന ജനതയെ അള്ളാഹു എന്തെയാണ് അടിമേൽ മറിച്ച് കീഴ്മേൽ മറിച്ചിരുന്ന രൂപത്തിലേക്ക് അവരെ നശിപ്പിച്ചു. അതേപോലെ തന്നെ മുൻകഴിഞ്ഞ എല്ലാ സമുദായത്തെയും ഇതുപോലെ അങ്ങേയറ്റം ധിക്കാരികളായി നീങ്ങിയിട്ടുള്ള സമുദായത്തെയൊക്കെ നശിപ്പിച്ചതിന് ശേഷം അള്ളാഹു പറയുന്ന ഇത് നമുക്കുള്ളൊരു പാഠാണ്. ഇത്തരത്തിലുള്ള മുൻകഴിഞ്ഞ സമുദായത്തെ കുറിച്ചൊക്കെ ഖുർആൻ പ്രതിപാദിക്കുന്നത് നിങ്ങൾക്കൊരു താക്കീതാണ്, നിങ്ങൾ ഓർമ്മിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഗ്രഹിച്ച് മനസ്സിലാക്കുന്ന അങ്ങനത്തെ കാതുകളുള്ളവർക്ക് ഒരു ഗുണപാഠമായിട്ട്, ഒരു പാഠവുമായിട്ടാണ് ഇത്തരത്തിലുള്ള എല്ലാ സംഭവങ്ങളും നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പൊ നമ്മൾ മുൻകഴിഞ്ഞ സമുദായത്തെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ ഇത് നമ്മൾ ഇത്തരത്തിൽ പ്രവാചകന്മാരെയും അതേപോലെ അള്ളാഹുവിന്റെ ആയത്തുകളിൽ നിന്നൊക്കെ തിരിഞ്ഞു പോകുന്നുണ്ടോ, നമ്മുടെ എത്രമാത്രം നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കാൻ ശ്രമിക്കുന്നുണ്ടോ, അതോ അകന്നു പോവുകയാണോ എന്നുള്ളത് നമ്മൾ സ്വയം ഒന്ന് വിചാരണ ചെയ്യാം. നമ്മൾ ഇൻഷാ അല്ലാഹ് ഇന്ന് എടുക്കുന്ന 4 ആയത്തുകൾ ഓതാം. ഒരുപാട് ആളുകൾ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിലെ ആയത്തുകളെല്ലാം ഓതി, അത് ഞാൻ അവർക്ക് പേഴ്സണലായിട്ട് തന്നെ കറക്ഷൻ കൊടുത്തിട്ടുണ്ട്. കുറെ ആൾക്കാർക്ക് പറ്റുന്ന എല്ലാവരും നേരത്തെ ഓതിയ ആളുകൾക്ക് ഇനി അവസാന നിമിഷം ഓതിയ ആരുണ്ടോ എനിക്കറിയില്ല. അപ്പം മാക്സിമം ഖിറാഅത്തിന്റെ ജീവിതത്തിലെ എല്ലാ നിയമങ്ങളും പാലിച്ച് തന്നെ ഹിഫ്ളാക്കുക എന്നുള്ളതാണ്. ഹിഫ്ള് ഓതുമ്പോൾ നമ്മൾ വേഗത്തിൽ ചൊല്ലി പഠിക്കുന്നത് വളരെ തിടുക്കം കൂട്ടി എന്തായാലും നമ്മൾ ഓതേണ്ട ആവശ്യമില്ല. സാവകാശം പഠിച്ചാൽ മതി, ഒക്കെ ക്ലിയർ ആയിക്കോളും ഇൻഷാ അല്ലാഹ്. അപ്പൊ നമുക്ക് അടുത്ത 13 മുതൽ 16 വരെ ആയത്തുകൾ നോക്കി കേൾപ്പിക്കാൻ ഞങ്ങളെ എല്ലാവരും ഖുർആനിലേക്ക് നോക്കുക. നന്നായി ശ്രദ്ധിച്ച് കേൾക്കണം. ഇങ്ങനെ നേരത്തെ പറഞ്ഞു ഓരോ ശബ്ദമൊന്നും ഇല്ലാത്ത സ്ഥലത്ത് ഒഴിഞ്ഞിരുന്ന് കേൾക്കാൻ ശ്രമിക്കുക. أعوذ بالله من الشيطان الرجيم. فإذا نفخ في الصور نفخة واحدة فإذا نفخ في الصور نفخة واحدة فإذا نفخ في الصور نفخة واحدة وحملت الأرض والجبال فدكتا دكة واحدة وحملت الأرض والجبال فدكتا دكة واحدة فيومئذ وقعت الواقعة وانشقت السماء فهي يومئذ واهية
وانشقت السماء فهي يومئذ واهية. ഇനി ഒന്ന് പാരായണം ശ്രദ്ധിച്ചില്ലേ? അതിലുള്ള എവിടേക്കാണ് നമ്മൾ നീട്ടേണ്ടത്, മണിക്കേണ്ടത്, അക്ഷരങ്ങൾ എങ്ങനെ ഉച്ചരിക്കണം എന്ന് ശ്രദ്ധിക്കുക. فإذا فإذا നേരത്തെ പറഞ്ഞതാണ്. فإذا നാവിന്റെ തുമ്പത്താണ് വരേണ്ടത്. ഫൈസ എന്ന് പറയുന്നത് ഫഇദ. ഫഇദ രണ്ടക്ഷരം മാറി നിർത്തിയാൽ മതി. നുഫിഖ നുഫിഖ. അവിടെ ഹ എന്ന് വായു വിടർത്തി പറയുന്നത് നുഫിഖ, ഹെവി ലെറ്റർ ആണ്. ഫഇദ നുഫിഖ. ഹ എന്ന അക്ഷരത്തിന് ഇമാനത്തില്ല. നുഫിഖ എന്ന് പറയുന്നത് നുഫിഖ. ഫഇദ നുഫിഖ. പിന്നെ ഫ അവിടെ അധികം ആൾക്കാരും വ ആണോ ഫ ആണോ സംശയത്തിലാണ് പറയാറ്. ഫ ശരിക്കും നമ്മൾ താഴത്തെ ചുണ്ടിൽ തന്നെ മേലത്തെ പല്ല് തട്ടിയിട്ട് ഫ ഫ അങ്ങനെ തന്നെ പറയാം. അത് വ ആണോ ഫ ആണോ സംശയം നിർബന്ധമാവരുത്. فإذا نفخ في الصور في الصور. അടുത്ത ഫി എന്നുണ്ട്, ശേഷം ഹംസത്തുൽ വസ്ൽ. അപ്പൊ ഫി എന്നുള്ള മദ്ദനെ കളഞ്ഞ്, കാരണം ഹംസത്തുൽ വസ്ൽ വന്നുകൊണ്ട് ഫി. പിന്നെ ലാം അശംസിയാണ്. അപ്പൊ ലാമിന് ഉച്ചാരണമില്ല. ലാമിന്റെ മുകളിൽ ഒന്നുമില്ലല്ലോ. അടുത്ത സ്വാദിന ശ്രദ്ധ കാണാം. അപ്പം സ്വാദ് ശ്രദ്ധ ലാമിന് സ്വാദയെ ചേർത്ത് ഫിസ്സു. فإذا نفخ في الصور. واو സാധാരണ മദ്ദാണ്. في الصور نفخة واحدة نفخة واحدة. ഇവിടെ വളരെ സിമ്പിൾ ആയി നിങ്ങൾ നേരത്തെ പഠിച്ച അതേ റൂൾസ് തന്നെയാണ്. നഫ്ഖത്തുൻ. ഷാജാറിന് കോള് വന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യട്ടോ. എന്തോ ഒരു നെറ്റ്വർക്ക് ഇഷ്യൂ വന്നു. ഇപ്പൊ ക്ലിയർ ആണല്ലോ? സൗണ്ട് ക്ലിയർ ആണല്ലേ? കേൾക്കാമോ? കേൾക്കാം, ക്ലിയർ. فإذا نفخ في الصور نفخة. അവിടെ തെൻവീൻ കാണാം. തെൻവീന് ശേഷം നമ്മൾ പഠിച്ചു മുഴുവൻ തെൻവീനെ ഫോളോ ചെയ്ത് മീമോ യാ ഓ വാവോ നൂനോ വന്നാൽ ആ തെൻവീന്റെ ശബ്ദത്തെ ആ വന്ന അക്ഷരത്തെ ചേർക്കുക. തെൻവീന്റെ ശബ്ദം ഉച്ചരിക്കാൻ പാടില്ല. പിന്നെ എൻ എന്ന് ഉച്ചരിക്കുന്നില്ല. നഫ്ഖതു ആ വാവിലേക്ക് ചേർക്കുക. നഫ്ഖതു വാഹിദ. അതാണ് ഇദ്ഗാം ബിഗുന്ന, കൂട്ടിലേൽപ്പിച്ച് മണിച്ചോട്. ആ തൻവീന്റെ ശബ്ദത്തെ വാവിലേക്ക് കൂട്ടിലേൽപ്പിച്ചു എന്നിട്ട് മണിച്ചോട്. നഫ്ഖതു. അവിടെ നഫ്ഖതു വാഹിദ. അവിടെ നഫ്ഖത്തുൻ എന്ന ഉച്ചാരണത്തെ വാവിലേക്ക് ചേർത്തു. അതാണ് ഇദ്ഗാം ബിഗുന്ന. ഇദ്ഗാം ബിഗുന്ന, മെർജിങ് വിത്ത് ട്യൂൺ. നഫ്ഖതു ഒരു താളം കൊടുക്കുക. فإذا نفخ في الصور نفخة نفخة واحدة واحدة. മർബൂത്ത് ഹ ആയിട്ടാണ് എന്റെ സൗണ്ട് കേൾക്കേണ്ടത്. വാഹിദ. ആ ഇതൊന്ന് പഠിച്ചു നോക്കി. فإذا نفخ في الصور نفخة واحدة. വളരെ എളുപ്പം അർത്ഥം മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. فإذا نفخ في الصور. കാഹളത്തിൽ ഊതപ്പെട്ട് കഴിഞ്ഞാൽ. കാഹളത്തിൽ ഊതപ്പെട്ട് കഴിഞ്ഞാൽ. നഫ്ഖത്തു വാഹിദ. ഒറ്റ ഊത്ത്, ശക്തമായ ഒരു ഊത്ത് ഊതപ്പെട്ട് കഴിഞ്ഞാൽ. അന്ത്യനാൾ നമുക്കറിയാലേ, ആര് ഖിയാമത്ത് നാളിന്റെ അവസ്ഥ. ഇപ്പൊ നേരത്തെ അന്ത്യനാളിനെ കുറിച്ചാണ് ഇവിടുത്തെ ഊത്ത്, ആദ്യത്തെ ഊത്ത് അല്ലെ. വഹുമിലത്തിൽ അർദു വൽ ജിബാൽ وحملت الأرض والجبال فدكتا دكة واحدة وحملت الأرض والجبال فدكتا دكة واحدة وحملت الأرض. സൗണ്ട് ഉമിലത്തി എന്ന് പറയുന്നത് ത്രോട്ടൊക്കെ തന്നെ പോകണം. മിഡിൽ ത്രോട്ട്, തൊണ്ടയുടെ മധ്യഭാഗം. വഹോ വഹോ പ്രാക്ടീസ് ചെയ്യുന്ന അക്ഷരമാണ്. വഹുമിലത്തിൽ അർളു. വഹുമിലത്തിൽ അവിടുത്തെ ലാമിന് ശേഷം വന്ന വഹുമിലത്തി എന്ന അക്ഷരത്തിന് ശേഷം വന്ന അലിഫ് ഹംസത്തുൽ വസ്ലാണ്, സൈലന്റ് ആണ്. പിന്നെ വന്ന ലാം അൽ ഖമരിയാണ്. അപ്പൊ അൽ ഉച്ചരിക്കണം.
വഹുമിലത്തിൽ അൽ ഖമരിയ മനസ്സിലാക്കാൻ എളുപ്പമാണ്. ലാമിന്റെ മുകളിൽ സുക്കൂൻ ഉണ്ടായിരിക്കും. വഹുമിലത്തിൽ അർദു വഹുമിലത്തിൽ അർദു വൽ ജിബാലു. അവിടെയും അലിഫ് ഹംസത്തുൽ വസ്ലാണ്, സൈലന്റ് ആണ്. ലാം അൽ ഖമരിയ. വൽ ജിബാ സാധാരണ മദ്ദാണ്. വൽ ജിബാലു ഫദുക്കത ഫദുക്കത അവിടെയും സാധാരണ മദ്ദാണ്. ഫദുക്കത ദക്കതൗ അവിടെ നേരത്തെ പറഞ്ഞ അതേ റൂൾസ് അതിൽ പറയേണ്ട ആവശ്യമില്ലല്ലോ. തൻവീന് ശേഷം വാവുന്ന എന്താണ്? ഇദ്ഗാം ബിഗുന്ന അല്ലേ? ഫദുക് അയ്വ ദുക് ഫദുക്കത ദക്കതൗ വാഹിദ. നേരത്തെ ആരൊക്കെ ഓതുമ്പോ വാഹിദ അങ്ങനെ അനാവശ്യമായിട്ട് എന്താ അവിടെ മദ് കൊടുക്കേണ്ട ആവശ്യമില്ല. സാധാരണ മദ് മാത്രമാണ്. വാഹിദ ഉണ്ടല്ലോ, സാധാരണ രണ്ടക്ഷരം മാത്രമേ അലിഫ് നീട്ടേണ്ടുള്ളൂ. ഫദുക്കത ദക്കതൗ വാഹിദ വഹുമിലത്തിൽ അർദു വൽ ജിബാൽ. എന്താണ് ഹമല? ഹുമില വഹിക്കപ്പെടുക, അതായത് ഉയർത്തപ്പെടുക. അൽ അർദ് ഭൂമി, വൽ ജിബാൽ പർവ്വതങ്ങളും അല്ലെ. അപ്പൊ ഭൂമിയും പർവ്വതങ്ങളൊക്കെ എന്താണ് ഉയർത്തപ്പെടുകയും. ഫദുക്കത ദക്കതൗ വാഹിദ എന്നിട്ട് എന്ത് ചെയ്യാ? അത് ശക്തമായി പൊടിക്കുക. ദക്ക പൊടിച്ചു കളയാം. ഫദുക്കത അത് പൊടിക്കപ്പെടുകയും. ദക്കതൗ വാഹിദ ഒരു ശക്തമായ പൊടിക്കൽ, ഒറ്റ പൊടിക്കലമായ ഒരു ശക്തമായ പൊടിക്കൽ, അത് പൊടിക്കുകയും ചെയ്തിട്ട് കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ എന്തായി? فيومئذ وقعت الواقعة فيومئذ وقعت الواقعة. അപ്പൊ ആദ്യത്തെ രണ്ടായിരത്തി ഒന്ന് ഓതി നോക്കി. فإذا نفخ في الصور نفخة واحدة وحملت الأرض والجبال فدكتا دكة واحدة وحملت الأرض والجبال فدكتا دكة واحدة. കിട്ടല്ലോ? വഹുമിലത്തിൽ അർദു വൽ ജിബാലു ഇതിന്റെ കൂടെ തന്നെ പഠിക്കാൻ ശ്രമിക്കുക. പിന്നെ വേറെ സമയം വേണ്ടി മാറ്റിയിട്ടുണ്ട്. വഹുമിലത്തിൽ അർദു വൽ ജിബാലു ഫദുക്കതാ ദക്കതൗ വാഹിദ ഫദുക്കതാ ദക്കതൗ വാഹിദ. ഇതിലുള്ള തജ്വീദ് നിയമങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവിയായിരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടോ എവിടെയെങ്കിലും? മുന്നോട്ട് പോകാലോ? രണ്ടായിരത്തും ക്ലിയർ അല്ലേ? സാധാരണ മദ് മാത്രമേ വന്നിട്ടുള്ളൂ. മദ്ദുകൾ രണ്ട് ഉന്നകൾ വന്നു, രണ്ട് സ്ഥലത്തും ഇദ്ഗാം ബിഗുന്ന മാത്രമേ വന്നിട്ടുള്ളൂ. പിന്നെ വഖഫ് നമ്മൾ ശ്രദ്ധിക്കണ്ടേ? വാഹിദ ദ ആ ഒരു വഖഫിന്റെ സ്റ്റൈൽ. അടുത്ത നോക്കാം. ഫയൗമഇദി വഖഅത്തിൽ വാഖിഅ ഫയൗമഇദി അവിടെ എന്താണ്? തൻവീൻ ശേഷം, തൻവീൻ ബിൽ കസ്റയാണുള്ളത്. തൻവീന് ശേഷം വാവ്, നേരത്തെ അതേ അക്ഷരം വന്നത്. തൻവീന് ശേഷം വാവ്. അപ്പോഴും നിയമം എന്താണ്? ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഏതാണ്? ഇദ്ഗാം ബിഗുന്ന. ഫയൗമഇദി വാവിന് ശേഷം മീമോ അല്ല വാവിന് പകരം മീമോ അല്ലെങ്കിൽ യാഓ അല്ലെങ്കിൽ നൂനോ, ഇത് ഈ നാലക്ഷരം വന്നാലും ഇദ്ഗാം ബിഗുന്നയാണ്. ഒറ്റ പദത്തിൽ വരാത്ത സിറ്റുവേഷന് മാത്രം. ഒറ്റ പദത്തിൽ ആകെ 4 സ്ഥലത്തേ വന്നിട്ടുള്ളൂ. ഒന്ന് ദുനിയ, ദുനിയ സുക്കൂനിന് ശേഷം യാവ് വന്നു. അത് അങ്ങനത്തെ ഇൽഹാറാക്കി ഓതുന്നുണ്ട്. അവിടെ ദുയ്യാ ഓതി. ഒറ്റ പദത്ത് വന്നാൽ ഇത് നിയമ ബാധകല്ല. ദുനിയ. മറ്റൊന്ന് ഖിൻവാൻ, ഖിൻവാൻ അവിടെ ഖിൻ അങ്ങനെ മണിക്കുക ഒന്നും ചെയ്യേണ്ട. ഖിൻവാൻ അങ്ങനത്തെ ഇൽഹാറാക്കിയാണ് ഓതേണ്ടത്. അത് വേറൊന്ന് ബുനിയാൻ, ബുനിയാൻ സുക്കൂനിന് ശേഷം യാവ് വന്നിട്ട് പക്ഷേ ഇദ്ഗാം ബിഗുന്ന റൂൾസ് പെടൂല, ഒറ്റ പദമുണ്ട്. അതേപോലെ തന്നെ സിൻവാൻ, ഖിൻവാൻ, സിൻവാൻ, ബുനിയാൻ, ദുനിയ ഈ 4 പദങ്ങളെ അങ്ങനെ വന്നിട്ട് ഒറ്റ പദത്ത് വന്നിട്ടുള്ളൂ. അപ്പൊ ആ പദങ്ങൾ ഒഴികെ ബാക്കിയെല്ലാം ഇദ്ഗാം ബിഗുന്ന തന്നെയാണ്. തമാം? ക്ലിയർ അല്ലേ? فيومئذ وقعت الواقعة فيومئذ وقعت وقع സൗണ്ട് ശ്രദ്ധിക്കട്ടോ. ഹെവി സൗണ്ട് ആണ്. വഖ എന്നായി ചെരിഞ്ഞു പോയത്. فيومئذ وقعت അതിനാ പിന്നത്തെ ത്രോട്ടക്ഷാണ്. അതൊക്കെ നമ്മള് വക്കാത്തി എന്ന് പറയുന്നത്. വായിനാക്കി വക്കാത്തി അല്ല, വക്ക അങ്ങനെ ശരിച്ച് ത്രോട്ടിലേക്ക് തന്നെ കൊണ്ടുപോവാം. സാവകാശം ഓതിയാൽ മതി. എല്ലാ ശബ്ദത്തിനും അക്ഷരത്തിനും അതിന്റെ സിഫത്തും അതിന്റെ വിശേഷണമൊക്കെ കൂടെ തന്നെ പ്രൊനൗൺസിയേഷൻ ഒക്കെ ക്ലിയർ ആയി ഉച്ചരിച്ച് എന്ത് ചെയ്യാ ഓതുക.
വഖഅത്തിൽ വാഖിഅ വാഖിഅ ഖിഅ ഖിഅ സൗണ്ട് അങ്ങനെ തന്നെ വരണം. അപ്പൊ ഫയൗമഇദിൻ വഖഅത്തിൽ വാഖിഅ, അവിടെ വഖഅത്തിൽ എന്ന ശേഷം ഒരു അലിഫ് കാണാം, ഹംസത്തുൽ വസ്ലാണ്. എല്ലാം അൽ ഖമരിയ വഖഅത്തിൽ വാഖിഅ അ. അപ്പൊ ഈ വാഖിയ എന്ന് ഓതരുത്, വാഖി അ അയിനാണ്, മിഡിൽ ത്രോട്ട് എന്നാണ് നമ്മൾ വായന നിരത്തി ഇമാരത്തോട് തന്നെ പറയും. ഫയൗമഇദിൻ വഖഅത്തിൽ വാഖിഅ. അപ്പോൾ അവിടെ വഖ എന്നുള്ള അടുത്ത സോറി ഫയൗമഇദിൻ തൻവീൻ നമ്മൾ വാവിലേക്ക് മേർജ് ചെയ്തു, മണിച്ചോതി. ഇദ്ഗാം ബിഗുന്ന, ഇദ്ഗാം ബിഗുന്ന. ഫയൗമഇദിൻ വഖഅത്തിൽ വാഖിഅ. അങ്ങനെ എന്താണ്, ആകാശമൊക്കെ പൊട്ടി അല്ലെ, ആകാശവും ഭൂമിയൊക്കെ എന്താ പൊട്ടിച്ച് കളയുന്നത് ചെയ്ത് കഴിഞ്ഞാൽ ഫയൗമഇദിൻ അന്നേ ദിവസം, അന്ന് വഖഅത്തിൽ വാഖിഅ അത് സംഭവിക്കുകയാണ്, ആ വമ്പിച്ച സംഭവം സംഭവിക്കുകയാണ്. അന്ത്യനാൾ അല്ലെ, നമുക്കറിയാം യൗമുൽ യൗമുൽ ആഖിർ, അന്ത്യനാളാണ്. എല്ലാം നശിക്കുന്ന, എല്ലാം തന്നെ നശിക്കുന്നത് അല്ലെ. കുല്ലു മൻ അലൈഹ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. എല്ലാം നശിച്ചു, അല്ലാഹു അല്ലാതെ ബാക്കി എല്ലാം തന്നെ നശിക്കുന്ന ഒരവസ്ഥ. അപ്പൊ ഇന്നുള്ളതിനൊക്കെ ഓപ്പോസിറ്റ് ആണ്. അവസാനത്തെ സുഹൃത്തുക്കളൊക്കെ സൂറത്ത് തക്വീർ, ഇൻഫിത്താർ, ഇതൊക്കെ ഇതിനെ കുറിച്ച് തന്നെ പറയുന്നു. പരലോ അന്ത്യനാളിനെ സംഭവ വികാസങ്ങളെ കുറിച്ച്. ഇൻഷിഖാഖ്, ഇൻഫിത്താർ, തക്വീർ, ഈ സുഹൃത്തുക്കളൊക്കെ ഇങ്ങനെ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇതേ ഒരുപാട് ആവർത്തനങ്ങളായി നമുക്ക് പഠിക്കേണ്ട ഒരുപാട് വാക്കുകളിലുണ്ട്. അത് എന്താണ്, ഒന്ന് നീ പാരായണത്തെ ശ്രദ്ധിക്കുക. പരലോകത്തെ കുറിച്ച്, അന്ത്യനാളിനെ കുറിച്ചൊക്കെ അവിടെ ഒരുപാട് പ്രതിപാദിക്കുന്നുണ്ട്. فيومئذ وقعت الواقعة وانشقت السماء وانشقت السماء. അവിടെ നോക്കുക, വൻ എന്നുള്ള ആ നൂൻ നമ്മൾ വാവിന് ശേഷം അലിഫ് കാണാം, ഹംസത്തുൽ വസ്ലാണ്, ഇടയിലായോണ്ട് നമ്മൾ എന്ത് ചെയ്യണ്ട, അത് മൈൻഡ് ചെയ്യേണ്ട, ഉച്ചരിക്കേണ്ട ആവശ്യമില്ല, അത് സൈലന്റ് ആയി പോയി. പിന്നെ അടുത്ത നോക്കുക, നൂൻ സാക്കിന വൻ. അവിടെ നൂന്റെ മോള് സുക്കൂനൊന്നും കാണില്ല, എല്ലാം ഒരു ഡോട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇദ്ഹാറിന്റെ ആയിട്ട് നൂന്റെ മോളെ സുക്കൂൻ ഉണ്ടാവുള്ളൂ, മനസ്സിലാക്കി വെക്കുക. ഇദ്ഹാറായിട്ട് ഓതുന്നതിന്റെ നൂന്റെ മോള് സുക്കൂൻ ഉണ്ടാവും, അല്ലാതെ സുക്കൂൻ ഉണ്ടാവില്ല. ഇവിടെ വൻ. പിന്നെ ഷീന് കാണാം, വൻഷ. അത് ഓതണ്ട എങ്ങനെ, വൻഷാന്ന് ഓതൂല. സുക്കൂൻ നൂൻ നമ്മൾ എന്ത് ചെയ്യണം, മറച്ചു വെക്കുക. മറച്ചു വെച്ചിട്ട് എന്ത് ചെയ്യുക, ഉന്ന കൊടുക്കുക. മറച്ചു വെക്കുന്നതിന് അറബി പറയും യഖ്ഫ എന്ന്, യഖ്ഫ യഖ്ഫ, മറച്ചു വെച്ചു. ബിഗുന്ന, ഒരു ട്യൂൺ കൊടുത്തിട്ട്. അപ്പൊ ആ റൂൾസ് യഖ്ഫ ബിഗുന്നാണ്. സുക്കൂൻ നൂനിന് ശേഷം സുക്കൂൻ നൂന് തൻവീൻ നമ്മൾ ശ്രദ്ധിക്കുക, രണ്ടും ഒരേ ശബ്ദമാണ്. അൻ, ഇൻ, ഉൻ, തൻവീന ശബ്ദം, സുക്കൂൻ നൂൻ ശബ്ദം എൻ. ആ ശബ്ദത്തിന് ശേഷം ഏതൊക്കെ ലെറ്റേഴ്സ് വരുന്നു അതിനനുസരിച്ച് ഓരോരോ റൂൾസ് ചേഞ്ച് ആവും, ഓരോരോ നിയമങ്ങൾ ചേഞ്ച് ആവും. അപ്പോൾ നേരത്തെ സുക്കൂൻ നൂന് ശേഷം തൻവീന് ശേഷം മീമോ യാഓ വാവോ നൂനോ വന്നു കഴിഞ്ഞാൽ ഇദ്ഗാം ബിഗുന്ന നമ്മൾ പഠിച്ചു. സുക്കൂൻ നൂനോ തൻവീനോ ശേഷം തൊണ്ടയത്തെ അക്ഷരങ്ങൾ വരുന്നെങ്കിൽ അപ്പൊ ഇദ്ഹാറാണ് റൂൾസ്. സുക്കൂൻ നൂനോ തൻവീനോ ശേഷം ലാമു റോണ് വരുന്നെങ്കിൽ ഇദ്ഗാം ബിലാഗുനിയാണ് റൂൾസ്. സുക്കൂൻ നൂനോ തൻവീനോ ശേഷം ബ വരാണെങ്കിൽ ഇഖ്ലാബാണ്. ഈ പറഞ്ഞ ഏത് ലെറ്റേഴ്സും, പറഞ്ഞ ഈ നേരത്തെ പറഞ്ഞ 15 ഇതല്ലാത്ത ബാക്കി 15 ലെറ്റേഴ്സ് വന്നാൽ ഇഖ്ഫാണ്. നേരത്തെ ഇപ്പൊ പറഞ്ഞ മീമ യാ വാവ് നൂന്, അതേപോലെ ലാമു റാ, പിന്നെ ഇദ്ഹാറിന്റെ അക്ഷരങ്ങൾ ഹംസ ഹ ഐനുൽ ഹ ഐനുൽ ഹ, ഇതല്ലാത്ത പിന്നെ ഇഖ്ലാബിന്റെ ബ, ഇതല്ലാത്ത ബാക്കി 15 ലെറ്റേഴ്സ് വന്നാലും ഇഖ്ഫാ ബിഗുന്നയാണ്. അപ്പൊ ഇവിടെ വൻ ശബ്ദം എങ്ങനെ വന്നത്, വൻ ആ നൂനെ മറച്ചു വെക്കുക, എന്നിട്ട് ഹൈഷൂമിലേക്ക് കൊണ്ടുപോകുക, നമ്മുടെ തരിമൂക്കിലേക്ക് കൊണ്ടുപോകുക. വൻ ശക്തി, ഒരിക്കലും മൂക്ക് പൊത്തി കഴിഞ്ഞാൽ നമുക്ക് അതേ ഓതാൻ കഴിയണം. വൻ എന്നല്ല, അങ്ങനെ മൂക്ക് കൊണ്ടല്ല, വൻ അങ്ങനെ അങ്ങനെ ഒരു ഇങ്ങനെ സൗണ്ട് വരരുത്. ഇവിടെ തരിമൂക്കിലേക്കാണ്. ഇവിടെ പൊത്തി വെച്ചാലും വൻ ശക്തി എന്ന് കൃത്യമായി തന്നെ ഉച്ചരിക്കാൻ കഴിയണം. വൻഷഖത്തി സ്സമാഉ. അപ്പം ആ നൂന്റെ സൗണ്ട് തരിമൂക്കിലേക്ക് കൊണ്ടുവരിക, മറച്ചു വെച്ചിട്ട് എന്ത് ചെയ്യുക, കൊണ്ട കൊടുത്തു പോവുക. വൻഷഖത്തി സ്സമാഉ. അവിടെ സമാ നോക്കുക, അസ്സമാ എന്നാണ്. ആരിഫിന് എന്ത് ചെയ്യൂ, ഹംസത്തുൽ വസ്ൽ നമ്മളൊരു ഹംസത്തുൽ വസ്ലാണ്. പിന്നെ ലാമ ശംസിയാണ്, സീന ശബ്ദം ഉച്ചരിച്ചു. വൻഷഖത്തി സമാ എന്ന് നോക്കുക, മദ്ദക്ഷരം വന്നിട്ടുണ്ട് ആരിഫ്, ശേഷം ഹംസയും വന്നു. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു മദ്ദിന്റെ അക്ഷരവും ഹംസയും ഒറ്റ പദത്തിൽ വന്ന ഏത് പേരാ, മദ്ദിൽ അത് പേര് ഒറ്റ മദ്ദുൽ. ഓർക്കാൻ പറഞ്ഞിരുന്നു ഒറ്റ പദം, അതിന്റെ മദ്ദുൽ ഏതായിരിക്കും അപ്പം,
മുൻഫസിൽ ഓർ മുത്തസിൽ ഏതായിരിക്കും വരിക? മദ്ദുൽ മുത്തസില് മുത്തസിൽ, മുത്തസിലല്ലേ? മദ്ദുൽ മുത്തസിൽ. ഒറ്റ പറയണം, മുത്തസിലാണ്. ഇപ്പൊ മദ്ദക്ഷര ഹംസയും ഒറ്റ ഭാഗത്ത് വന്നു. ഇവിടെ അലിഫും ഹംസും ഒരു പദമാണ്, സമാ എന്ന് ഒറ്റ പദം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ മദ്ദിന് നീട്ടൽ നിർബന്ധമാണ്. മദ് വാജിബ് അൽ മുത്തസിൽ, നീട്ടൽ നിർബന്ധമാണ്, അപ്പൊ വാജിബാണ്. അപ്പം ഫോർ ഓർ ഫൈവ് ലെറ്റേഴ്സ് ആണ് ലെങ്ത് കൊടുക്കേണ്ടത്. മദ്ദിന്റെ സമയം 4 or 5 അക്ഷരം. وانشقت السماء فهي يومئذ واهية. وانشقت السماء فهي ഹി സൗണ്ട് ഏറ്റവും താഴേക്ക്, ഹലോ എന്നൊക്കെ പറയാൻ സൗണ്ട്. ഫഹിയ فهي يومئذ واهية واهية. وانشقت السماء فهي يومئذ واهية. وانشق അവിടെ അങ്ങനെ എഴുതുക, വൻഷക്ക യഖ്ഫ ബിഗുന്ന. وانشقت السماء അവിടെ സമാഉ മദ്ദു മുത്തസിൽ, നീട്ടൽ നിർബന്ധമുണ്ട്, വാജിബ്, മദ്ദു വാജിബ് അൽ മുത്തസിൽ. فهي يومئذ തന്മീന് ശേഷം ആവുന്നുണ്ട് ഇദ്ഗാം ബിഗുന്ന. പിന്നെ ഏത് ഇങ്ങനെ റൂൾസ് കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ പറയാറാണ്. നമുക്ക് ഏത് ഖുർആൻ നോക്കിയാലും വേറെ ഇതൊന്നും നോക്കാതെ തന്നെ ഇങ്ങനെ ഖുർആനിലെ ഓരോ ആയത്തുകൾ ഇങ്ങനെ ഓരോ നിയമങ്ങളും പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനകത്ത് ജീവിതത്തിന്റെ പഠനം വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റും. അങ്ങനെ ഒരു പേജ് 2 പേജ് അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാ പേജും ആ റൂൾസ് നിയമം അത് തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. ചില നിയമങ്ങൾ മാത്രമാണ് അപൂർവമായി വരുന്നത്, ബാക്കിയൊക്കെ അതന്നെ റിപ്പീറ്റ് ചെയ്തതാണ്. അപ്പൊ 2-3 പേജ് അങ്ങനെ തഹജി എന്ന് പറയും. തഹജി ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് പറ്റും, വളരെ ഈസി ആയിട്ട് ബാക്കി എല്ലാം തന്നെ പറയാൻ പറ്റും. وحملت الأرض والجبال فدكتا دكة واحدة فيومئذ وقعت الواقعة. وانشقت السماء فهي يومئذ واهية. وانشقت السماء ആകാശം എന്താ പൊട്ടിപ്പിളരുക, ആകാശം പൊട്ടിപ്പിളരുകയും ഫഹി എന്നിട്ട് യൗമൈദ് എന്നിട്ട് അന്ന് എന്തായിത്തീരും, വാഹി അത് വളരെ ദുർബലായിത്തീരും, വളരെ ദുർബലായിത്തീരുന്ന അവസ്ഥ, സോഫ്റ്റ് ആയിരുന്ന ഒരവസ്ഥ. وانشقت السماء فهي يومئذ واهية. ഇപ്പൊ അന്ത്യനാളിൽ ഉള്ള ഒരു സംഭവമാണ് ആകാശം പൊട്ടിപ്പിളരാണെന്ന്, അല്ലെ? നമ്മൾ പഠിച്ചിരുന്നു. അപ്പം അവിടെയൊക്കെ ഖുർആനിൽ ഒരുപാട് സ്ഥലം പറഞ്ഞാണ് ആകാശം പൊട്ടിപ്പിളരുകയാണ്. അപ്പൊ അങ്ങനെ പൊട്ടിപ്പിളരുകയും എന്നിട്ട് അത് ഒരു കുഴമ്പ് രൂപത്തിൽ, അല്ലെ, അത് വളരെ ദുർബലായിട്ടായിത്തീരുന്ന അവസ്ഥ. ഫഹിയോ മെയ്രിയും വാഹിയ, കുഴഞ്ഞ രൂപത്തിലേക്ക് ആയിത്തീരും. അതാണ് വാഹിയ എന്നത്, ദുർബലമായിട്ടുള്ള അവസ്ഥ. ഇപ്പൊ ഈ 4 ആയത്ത് അത് മതി തോന്നുന്നു. നിങ്ങളൊന്ന് ഓതുവിന്റെ കൂടെ أعوذ بالله من الشيطان الرجيم. فإذا نفخ في الصور نفخة واحدة وحملت الأرض والجبال فدكتا دكة واحدة فيومئذ وقعت الواقعة. وانشقت السماء فهي يومئذ واهية. അടുത്ത ആയത്തിലേക്ക് പോണോ? സമയമുണ്ട്, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ പോയാൽ, പഠിക്കാൻ പ്രയാസമാണെന്നെങ്കിൽ വേണ്ട, നിങ്ങളാണ് തീരുമാനിക്കുന്നത്. ഇത്ര മതി. അത് മതി. ഇതിന് മുമ്പത്തെ മനപ്പാടാക്കാത്ത ആൾക്കാരുണ്ടാവും. അപ്പൊ ഇവർക്കൊരു ഇന്നൊരു എളുപ്പമുള്ള വരുമ്പോൾ മറ്റേ കൂടി പഠിക്കാൻ സുഖമായിരിക്കും. അപ്പൊ ഇൻഷാ അല്ലാഹ്, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ പറഞ്ഞ പോലെ ഇനി നിങ്ങൾ നന്നായിട്ട് ഈ ഖിറാഅത്തല്ല, നല്ല നല്ല ഖിറാഅത്തുകൾ നന്നായിട്ട് ആവർത്തിച്ച് കേട്ട് അതിന്റെ കൂടെ പരിശീലിക്കുക. എപ്പോഴും ഒരു അധ്യാപകന്റെ കൂടെയാണ് പരിശീലനം നടത്തേണ്ടത്. അധ്യാപകനായിട്ട് നമ്മൾ യൂട്യൂബിൽ നല്ല ഫേമസ് കാര്യങ്ങൾ തിരഞ്ഞെടുത്താൽ മതി. അതിൽ നന്നായിട്ട് എന്ത് ചെയ്യുക, പരിശീലിക്കുക. എന്നിട്ട് അത് ഒരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക. ഒരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് പഠിക്കും. അതാണ് എന്ത് നേരത്തെ പറഞ്ഞ നമ്മളെ ആദ്യം രജിസ്റ്ററിങ് പ്രോസസ്. നമ്മൾ പഠിക്കുമ്പോൾ എപ്പോഴും രജിസ്റ്റർ ചെയ്യണം, നമ്മുടെ മൈൻഡിൽ നന്നായിട്ട് രജിസ്റ്റർ ചെയ്യാം.
പിന്നെയാണ് റീറ്റെയിൻ ചെയ്യുക, നമ്മളത് ഉറപ്പിക്കുകയാണ്. പിന്നെയാണ് റീകോളിങ്. അത് നമ്മൾ അങ്ങനെ ആവശ്യം വരുമ്പോൾ ഒന്ന് ഓതി വെക്കാൻ ഇമാമം നോക്കുക, അല്ലെങ്കിൽ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് റിപ്പീറ്റ് ചെയ്ത് നോക്കുക. അപ്പം കിട്ടണം. അത് കിട്ടണില്ലെങ്കിൽ വീണ്ടും അവിടെ ഉറച്ചിട്ടില്ല നടത്തും. നമ്മൾ പഠിച്ച കാര്യം ഞാൻ എപ്പോഴും പറയണം, പഠിച്ചത് നന്നായിട്ട് എന്ത് ചെയ്യണം, നനച്ചു കൊടുക്കുക തന്നെ വേണം. ഇന്ന് പഠിച്ച് നാളത്തേക്ക് മറന്നു പോകും. നമ്മുടെ മൈൻഡിൽ ഉറക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഒരു തുടർച്ചയായിട്ട് ഒരു 7 ദിവസമൊക്കെ ഇങ്ങനെ നനച്ചു കൊടുക്കേണ്ട, മുസ്ലിം നനച്ചു കൊടുക്കുന്ന പോലെ എന്ത് ചെയ്യുക, നമ്മുടെ ആ പഠിച്ച ഭാഗം വീണ്ടും വീണ്ടും ഓർക്കുക. അതിന് ഏറ്റവും എളുപ്പ മാർഗം എന്താ വെച്ചാൽ, നിങ്ങൾ പഠിക്കുന്ന സൂറത്ത് നിസ്കാരത്തിൽ ഇങ്ങനെ ഓതി വെക്കുക. വളരെ സിമ്പിളാണ്. അപ്പൊ ഇന്നിപ്പോ വാക്കിയ ഓതിയാല് നാളെയും വാക്കിയ, മറ്റന്നാൾ വാക്കിയ, അല്ല സോറി, ഹാക്ക, മറ്റന്നാൾ ഹാക്ക എന്നും ഈ കുറച്ച് ദിവസം അങ്ങനെ ഹാക്ക തന്നെ ഒരു നമസ്കാരത്തിൽ ബാക്കി വേറെ പഠിക്കുന്ന എടുത്തോളി. അപ്പൊ അത് റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ പഠിച്ചാൽ തന്നെ റിപ്പീറ്റ് ചെയ്ത അവസരമാണ്. അപ്പൊ നിസ്കാരം കഴിഞ്ഞപ്പോൾ ഒരാഴ്ച ഓതിയിട്ട് ബാക്കി കിട്ടില്ല, അപ്പൊ റുക്കൂലേക്ക് പോവാം. നിസ്കാരം കഴിഞ്ഞ് എടുത്തപ്പോൾ ഇവിടെ കിട്ടാതായത്, അപ്പൊ നമുക്ക് അത് ഒന്നുകൂടി ഓർമ്മയ്ക്ക് വരും. അപ്പൊ ഇങ്ങനെ നമ്മുടെ പഠനം വളരെ എളുപ്പമാക്കാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുക. അപ്പോ തീർച്ചയായിട്ടും ഈ ഒരു ഖുർആൻ പഠനം നമുക്ക് നാളെ പരലോകത്ത് ഉപകാരപ്പെടട്ടെ. അള്ളാഹു അള്ളാഹുവിന്റെ കലാമാണ് നമ്മൾ പഠിക്കുന്നത്. ഈ ഒരു സമയം മലക്കളുടെ സാന്നിധ്യം നമുക്ക് ഉണ്ടായിരിക്കും. അള്ളാഹു നമ്മെ അവരെ അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധ റമദാനിന്റെ പുണ്യ രാത്രങ്ങൾ, ദിനരാത്രങ്ങൾ ഇനി വരാനുള്ളത്. ആ പ്രാർത്ഥനകളൊക്കെ നിങ്ങൾ എന്നെയും ഉൾപ്പെടുത്തുക. നമ്മളെല്ലാവരും നാളെ പരലോകത്ത് സ്വർഗം കരസ്ഥമാക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്താൻ നിങ്ങളെല്ലാവരും പ്രാർത്ഥനകൾ ഉൾപ്പെടുത്തണം, പ്രത്യേകം പ്രാർത്ഥിക്കുക. അതേപോലെ തന്നെ പഠിച്ച ഖുർആൻ അത് മെമ്മറിയിൽ നിന്ന് കിട്ടാൻ അതൊരു അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്, മെമ്മറി എന്ന് പറഞ്ഞു. അപ്പൊ അതിനു വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. നമ്മൾ ശ്രമിക്കുന്നുണ്ട്. പലപ്പോഴും ചിലപ്പോഴൊക്കെ എന്തെങ്കിലും മറവി എല്ലാവർക്കും വരുമല്ലോ, അപ്പൊ നമുക്ക് പല ഭാഗങ്ങളും മറന്നു പോകാറുണ്ട്. അപ്പൊ അതിന് ഓർമ്മ ഉണ്ടാവാനും നിങ്ങൾക്കും എനിക്കൊക്കെ ഉണ്ടാവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കും. ഓക്കെ, ഇൻഷാ അല്ലാ. അപ്പൊ ഖുർആൻ അള്ളാഹു നമുക്ക് ഒരു വെളിച്ചമാക്കി തരട്ടെ. അള്ളാഹു നവ്വിർനി ബിൽ ഖുർആൻ കരീം. നമുക്ക് ഖുർആനെ കൊണ്ട് എന്ത് ചെയ്യാം, ഖുർആൻ നമുക്ക് ശുപാർശ പറയുന്ന ഒരു അവസ്ഥ ഉണ്ട് അല്ലെ. നമ്മൾ അവഗണിച്ച നമുക്ക് എതിരെ പറയുന്ന ഒരു അവസ്ഥയുണ്ട്. നമ്മൾ ഖുർആൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അനുകൂലമായി ശുപാർശ പറയുന്ന ഒരു അവസ്ഥയുണ്ട് നാളെ പരലോകത്ത്. അപ്പൊ നമുക്ക് അനുകൂലമായി ശുപാർശ പറയുന്ന ഒരവസ്ഥ നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. അപ്പൊ അതിന് ഖുർആനുമായിട്ടുള്ള ബന്ധം റമദാൻ മാത്രമല്ല, റമദാൻ കഴിഞ്ഞാലും എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവേണ്ട ഒന്നാണ് ഖുർആൻ. അത് എപ്പോഴും എന്ത് ചെയ്യാം, പാരായണത്തിലായിരുന്നാലും ഹിഫ്ലായിരുന്നാലും ജീവിതത്തിൽ ആ പഠിച്ച കാര്യങ്ങൾ പ്രാവർത്തികമാക്കുന്നതിലും നമ്മൾ മാക്സിമം ശ്രദ്ധ കൊടുക്കുക. അള്ളാഹു നമ്മെ അവരെ അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം. ഇത് ആക്കിയത് ഓതാൻ സമയമുണ്ട്, ആരെങ്കിലും ഓതുന്നുണ്ടെങ്കിൽ ഓതിക്കോ, കുഴപ്പമില്ല. ആർക്കെങ്കിലും ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം.